മീര എന്ത് പറയുന്നു? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം രാജിവെക്കണ്ട, ഉപതെരഞ്ഞെടുപ്പ് ഭയന്നിട്ട് രാജിവെക്കണ്ട എന്ന് പറയുന്നു. എന്താ നിങ്ങളെല്ലാം കൂടെ ഭയങ്കര സംരക്ഷണമായിരുന്നല്ലോ. എനിക്ക് രാഹുൽ കിട്ടാവുന്ന മാക്സിമം തെറി കിട്ടി. ഏഹ് എന്താ എന്താ പറയാനുള്ളത്? അല്ല രാഹുല് എനിക്ക് തോന്നിയിട്ടുള്ളത് ആരോപണമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ആരോപണം സഹിക്കവയ്യാതെ ഉപതെരഞ്ഞെടുപ്പ് പേടിച്ചിട്ടൊന്നും അല്ല കോൺഗ്രസ് വേണ്ടെന്ന് വെച്ചത്. ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരു 8 മാസ കാലയളവിന് വേണ്ടി ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട്ടെ ജനങ്ങൾ ഫേസ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മേല് ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും ഇതെല്ലാം മാറ്റിമറിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടാവും. പിന്നെ ഇന്നലെ BJP പറഞ്ഞല്ലോ ഉപതെരഞ്ഞെടുപ്പ് ഫേസ് ചെയ്യാൻ BJP തയ്യാറല്ല. അതൊക്കെ അതിന്റെ പിന്നിൽ തന്നെ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അത് നിലമ്പൂരും പറഞ്ഞിട്ടുണ്ട്. നിലമ്പൂരും പറഞ്ഞിരുന്നു. ലാസ്റ്റ് ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കി അവർ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുകയും ചെയ്തു. പക്ഷെ രാഹുലിന്റെ രാജി സത്യത്തിൽ ഇതിന് ആവശ്യമില്ല. നമുക്ക് മുകേഷിന്റെ കേസ് തന്നെ പറയാം. CPM കുറ്റപത്രം സമർപ്പിച്ചിട്ടും രാജിവെക്കേണ്ട എന്ന് തീരുമാനിച്ച ഒരാളാണ് മുകേഷ്. അപ്പം ആരോപണം കേൾക്കുമ്പോൾ അത് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു നയമാണ് അവിടെ നടപ്പാക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ആരോപണ വിധേയനായി, അതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷണ വിധേയനായിട്ട് തെളിയുമ്പോൾ തിരിച്ചു വരട്ടെ. നമ്മൾ ഇന്നലെ ഇട്ട ടോക്കിന്റെ ഇടയിൽ നമ്മൾ പറഞ്ഞു രാഹുൽ രാജിവെച്ചതുകൊണ്ട് ഒരു നീതി നടപ്പാവുന്നില്ല അവിടെ. MLA സ്ഥാനം അത് കുറ്റവിമുക്തനായി വന്നാൽ പോലും നമുക്ക് ആ സ്ഥാനം പിന്നീട് എടുത്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാനമല്ല, സംഘടനയ്ക്ക് അകത്തുള്ളതല്ല, ജനാധിപത്യം വഴി തെരഞ്ഞെടുക്കപ്പെടുന്നതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതാണ് ശരിയായ നിയമം, ഇതാണ് ശരിയായ നയവും. അല്ല, അത് കോൺഗ്രസ് ചെയ്തു ശരിയാണ്. പക്ഷേ CPM ചെയ്ത് ശിവൻകുട്ടിയല്ല നമ്മുടെ മുകേഷിനെതിരെ കുറ്റപത്രം ഉണ്ടായിരുന്നു. അതാണ് CPM. അപ്പോൾ ഇത് പറയുമ്പോൾ CPM-നെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ശിവൻകുട്ടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. കോൺഗ്രസിന് വേണ്ടാത്തത് പാലക്കാട്ടത്തെ ജനം സഹിക്കണോ എന്ന് ശിവൻകുട്ടി ചോദിച്ചിരിക്കുക. ശിവൻകുട്ടി ഇപ്പോൾ അടുത്തിടെയായിട്ട് കുറച്ച് PR വർക്കൊക്കെ വളരെ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിൽ ആർക്കാണ് ഇത്ര പേടി? അല്ല, ഇതിനൊക്കെ ഇങ്ങനെ നറേറ്റ് ചെയ്യുന്നത് എന്തിനാന്നുള്ളത് മനസ്സിലാവുന്നില്ല. രാഹുലിനെ എന്തിന് മറ്റു കോൺഗ്രസ്സുകാർ ഭയക്കണം എന്നുള്ളത്, അവരൊക്കെ ഒരു പ്രസ്ഥാനത്തിനകത്ത് പോകുന്നതാണ്. പിന്നെ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളത് പോലെ കാലുവാരലാണ് സത്യത്തിൽ രാഷ്ട്രീയം. ഇപ്പൊ രാഹുലിന് എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ രാഹുൽ അത് പുറത്തു പറയുമെന്ന പേടി ഉണ്ട് എന്നൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് ശിവൻകുട്ടിയുടെ പോസ്റ്റിന്റെ ഉൾഭാഗം. നമുക്ക് അങ്ങനെ തോന്നില്ല അത് വായിക്കുമ്പോൾ. രാഹുൽ എന്തിനു അത് CPM രാഷ്ട്രീയത്തിലും അങ്ങനെയാണ്. CPM-കാരുടെ ഇടയിലും പരസ്പരം വലിയൊരു നേതാവിന്റെ കയ്യിൽ ചെറിയ മീനുകളുടെ രഹസ്യങ്ങളുണ്ടെന്ന് പറയും, ചെറിയ മീനുകളുടെ കയ്യിൽ വലിയ മീനുകളുടെ രഹസ്യം ഉണ്ടെന്ന് പറയും. അപ്പൊ രാഹുലിന്റെ കേസിൽ ഇത് പേടിക്കുന്നത് അതിന് ശരിയാണെന്ന് എങ്ങനെ അറിയാം? നമ്മൾ പറയുന്ന പോലെ അല്ലല്ലോ മീര. അതിനിപ്പോ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പോലും അവന്തികയുമായി സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടത്. ഇപ്പം ചേട്ടൻ CPM-ന്റെ പോസ്റ്റുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസ് ഇതിനെ ജനങ്ങൾക്കൊരു സേഫ് സോൺ എന്നുള്ള രീതിയിലാണ് അവർ തെരഞ്ഞെടുത്തതാണ്. ഒരു വിവാദം നിലനിൽക്കിയ ഒരു തെരഞ്ഞെടുപ്പും കൂടെ അവിടെ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ വിവാദങ്ങൾ തന്നെ ഉണ്ടാക്കുള്ളൂ. അവർക്കും ബുദ്ധിമുട്ടാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. അതിന് കോൺഗ്രസ് ഭയക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താ വെച്ചാൽ മടിയിൽ കനമുള്ളവർ ഭയന്നാൽ മതി. രാഹുൽ എന്ന് പറയുന്ന ആൾക്ക് എതിരെ ആരോപണം മാത്രമാണ്. രാഹുൽ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ. അതുവരെ രാഹുൽ കുറ്റാരോപിതൻ മാത്രമാണ്. പിന്നെ പരാതി പോലും ലഭിക്കാത്ത ഒരു കേസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾ വരട്ടെ അല്ല. ഇപ്പം റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനൽ ഇത് പുറത്തു കൊണ്ടുവന്നു, നല്ല കാര്യം. മാധ്യമധർമ്മം തെളിയിക്കപ്പോൾ ചേട്ടൻ പറഞ്ഞപ്പോൾ ഇത് അറിയേണ്ടതാണ്, അറിഞ്ഞു. പക്ഷേ ഒരു പരാതി കൊടുപ്പിക്കാനോ അല്ലെങ്കിൽ ഇതിങ്ങനെ നിന്ന് കത്തുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് അവിടെ തന്നെയാണ്. ആ മീഡിയയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ബ്രേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഇപ്പൊ News 18 കൂടെ രംഗത്ത് വന്നു. ഇന്നലെ ഇപ്പോൾ ഓഡിയോ കേൾപ്പിക്കുന്നതോടുകൂടി News 18 ഇതിന്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വാർത്തകൾ കൊടുക്കുമ്പോൾ ഇതിന്റെ ഒരു സത്യാവസ്ഥ തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പൊ ആ മാധ്യമങ്ങൾക്കുമുണ്ട്. അവർ കൊണ്ടുവരണം. ഇത് പരാതിയായിട്ട് ഇപ്പോൾ അവന്തിക പറയുന്നു, എന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എന്നോട് അങ്ങനെ മോശമായിട്ട് പ്രതികരിച്ചിട്ടില്ല അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ സുഹൃത്താണ് എന്ന് അവർ പറയുന്നു. പിന്നീട് ഇപ്പുറത്ത് തന്നെ മൊഴി മാറ്റുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ മൊത്തത്തിൽ സിസ്റ്റം തകരാറായവർ ഇത് കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് മൊത്തം തകരുന്നത്. പിന്നെ രാഹുലിനെ ഭയക്കേണ്ടതായിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. രാഹുൽ ആ പ്രസ്ഥാനത്തിനൊപ്പം പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ പറയാൻ പറ്റൂ, സസ്പെൻഡ് ചെയ്തു. അല്ല, എനിക്കിതിനകത്ത് തോന്നിയത് ഇത് മീഡിയ ഉണ്ടാക്കിയ ഒരു പുകമറയാണ്. മീഡിയ ഉണ്ടാക്കിയ ഒരു പുകമറയ്ക്കകത്ത് രാഹുൽ മാങ്കൂട്ടം പെട്ടു എന്ന് തന്നെ പറയാം. കാര്യം മീഡിയ വളർത്തിയ ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടം.
കാര്യം നമ്മൾ ആരും സമരമുഖത്തൊന്നും ഇതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടിട്ടില്ല. അല്ല, ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നും പറയേണ്ടി വരും. ഡിബേറ്റുകളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഡിബേറ്റുകളിലൂടെ സംസാരിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ കോൺഗ്രസിന്റെ ഒരു മുഖമായി വന്നുകൊണ്ട് ചാനൽ ഫ്ലോർ വഴി വന്ന് വലുതായ ഒരു നേതാവ്. അങ്ങനെ ചാനൽ ഫ്ലോർ വഴി വന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ നേതാവിനെ മീഡിയ തന്നെ വളർത്തി, മീഡിയ തന്നെയാണ് അദ്ദേഹത്തിന് ഈ കണ്ട കുഴിച്ചു മൂടൽ നടത്തിയത്. അല്ലേ, ഒന്നെന്ന് പറഞ്ഞാല് എല്ലാത്തിനും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരാളാണ്. അതായത് സ്വതവേ ഇപ്പോൾ ഒരു പ്രശ്നം വരുന്നു, പെട്ടെന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം അതിന് കിട്ടാറുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ സ്വന്തം പേര് വലിച്ചിഴക്കപ്പെട്ടിട്ടും രാഹുൽ പ്രതികരിച്ചിട്ടില്ല എന്നത് വലിയൊരു വീഴ്ചയാണ്. തീർച്ചയായിട്ടും. അപ്പം അത് അവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ ഒരു സസ്പെൻഷനിലേക്ക് പോകുന്നത്. അതും നമ്മൾ പറയണം. രാഹുൽ പറയാണ് എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, ഞാനിത് സമ്മതിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ ചിലപ്പം ഇപ്പൊ MLA സ്ഥാനം അടക്കം പോയിട്ടുണ്ടാവും. അതല്ല എങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സസ്പെൻഷൻ ഉണ്ടാവില്ലായിരുന്നു. അല്ല, ഈ പറയുന്ന ആരോപണം ഞാൻ പറഞ്ഞില്ലേ, മീഡിയ ആണ് ഈ ആരോപണം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി പിന്നെ ചാനലിൽ ജോലി ഒക്കെ ചെയ്തിരുന്ന റിനി ആൻഡ് ജോർജ്. ഈ റിനി ആൻഡ് ജോർജ് രാഹുൽ ആണ് എന്ന പേര് പറയുന്നില്ല. അതെ, ഹൂ കേഴ്സ് എന്ന് പറയുന്നു. ഇങ്ങനെ വന്ന് ഇന്ന് ഒരു ദിവസം രാവിലെ തന്നെയാണ്, ഒരു ദിവസം വൈകുന്നേരം പറയുന്നു, അടുത്ത ദിവസം രാവിലെ വീണ്ടും പറയുന്നു. അപ്പോഴത്തേക്ക് രാഹുൽ തന്നെ ഇത് സ്വയം. അല്ല, ഈ റിനി ആൻഡ് ജോർജിന്റെ അച്ഛൻ എനിക്ക് തോന്നുന്നു ദേശാഭിമാനിയുടെ ഒക്കെ സബ് എഡിറ്റർ ആയിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്. അപ്പം പാർട്ടിയുമായിട്ട് അത്രയും ബന്ധമുണ്ട്. അല്ല, ഈ ഇങ്ങനെ ഒരു അങ്ങനെ ഇരിക്കുന്നവരെല്ലാം അങ്ങനെയെന്നല്ല ഞാൻ പറയുന്നത്. ഇതിപ്പോ പറയുമ്പോൾ ഈ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഈ മഹതി, ഈ പെൺകുട്ടി സംസാരിക്കുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മെസ്സേജ് അയച്ചു എന്ന് പറയുന്നു. അവർക്ക് നേരിട്ട് പരാതി ഒന്നുമില്ല എന്നും പറയുന്നു. പിന്നെ ഇത്തരത്തിലൊരു വിവാദം ചെറുതായിട്ടൊന്ന് കൊണ്ടുവന്നു, അതിന്റെ പിന്നിൽ ഹണി ഭാസ്കർ എത്തുന്നു. പിന്നീട് ഇങ്ങോട്ട് വോയിസ് ക്ലിപ്പുകൾ, സ്ക്രീൻഷോട്ടുകൾ, അങ്ങനെ തന്നെ വീഡിയോ കോളിന്റെ സ്ക്രീൻഷോട്ട്, ഗൂഗിൾ പേയിലടക്കം മെസ്സേജ് അയക്കാം. അതും ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ആ ഒരു പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ തന്നെ ഇത് വലിയൊരു പൊട്ടിത്തെറിയായി. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ തന്നെയാണ് ഉമാ തോമസിന് നേരെ നടക്കുന്ന ഈ സൈബർ ബുള്ളിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പൊ ചേട്ടൻ CPM-ന്റെ ഇതിന്റെ ഒരു നോക്കിക്കാണൽ നമ്മൾ പറയുമ്പോൾ ബിനീഷ് കോടിയേരിയുടെ പോസ്റ്റ് ഞാൻ വായിക്കാം. ചേട്ടൻ അത് കണ്ടിട്ടുണ്ടാവും, നമ്മളത് മുമ്പ് പറഞ്ഞതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി ശ്രീ VD സതീശനും കോൺഗ്രസ് നേതൃത്വവും പുറത്താക്കുമെന്ന് പറഞ്ഞവർ ആരൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടാണ് ബിന്ദു കൃഷ്ണ, ഉമാ തോമസ്, ഷാനിമോൾ ഉസ്മാൻ, KK രമ. പ്രാഥമിക അംഗത്വത്തിന് പോലും അർഹനല്ലാതെ ഒരാളെ MLA ആയി തുടരാൻ അനുവദിച്ചു. എന്നാൽ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. 3000-ൽ താഴെ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ ബൈ ഇലക്ഷൻ നടത്താൻ പേടിക്കാത്ത കോൺഗ്രസ് 10,000-ലേറെ ഭൂരിപക്ഷം കിട്ടിയിട്ട് ആ മണ്ഡലത്തിൽ ബൈ ഇലക്ഷന് തയ്യാറാകാത്തതിന് കാരണം MLA സ്ഥാനത്ത് നിന്ന് നീക്കിയാൽ പലതും തുറന്നു പറയുമെന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭീഷണി മാത്രമാണ്. എന്നാലും എന്തായിരിക്കും ആ ഭീഷണി എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഇവിടെ ഒരു പോസ്റ്ററും കൊടുത്തിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലിന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ, MLA സ്ഥാനം തുടരും. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഈ രീതിയിലാണ് സസ്പെൻഡ് ചെയ്തത് എന്ന് വിലയിരുത്താൻ CPM-ന്റെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ AICC തീരുമാനിക്കുമ്പോൾ അവരുടെ കൂടെ? അല്ല, അങ്ങനെയല്ല, അതൊക്കെയാണ് ഇവര് കൂട്ടി വായിക്കുന്നത്, ഇവർ ഭയക്കുന്നത്. അതുകൊണ്ടാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ മുകേഷിനെയും ഗണേഷിനെയും എന്തുകൊണ്ടാണ് തലയിൽ കൊണ്ട് നടക്കുന്നത്? ഇവര് പുറത്താക്കാതെ അത് ഇവരുടെ രഹസ്യങ്ങൾ എന്തെങ്കിലും പുറത്തു വരുന്ന CPM എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെയാണ് എന്നാണ് ഇവർക്ക് എന്തും ആകാം. ഇവരെന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തുമാകാം. കോൺഗ്രസ് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ്. ലേശം ഉളുപ്പ് വേണം കോൺഗ്രസ്. കമന്റുകൾ അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. വേറൊരു കമന്റ് കൂടെ ഞാൻ വായിക്കാം. എന്താണ്, CPIM അതിലൊന്നും വേർത്തില്ല അല്ലേ? മുകേഷ്, ശശി, ശ്രീരാമൻ, ഗണേഷ് കുമാർ, തോമസ് ഐസക് എന്നിങ്ങനെ നീണ്ടുപോകുന്ന ഇവരൊക്കെ ആളുകളാണ്, മഹാരഥന്മാരാണെന്നാണ് പറയുന്നത്. അപ്പം അതായത് ഇതിൻ്റെ ഉള്ളിൽ മറ്റേ നമ്മൾ പറയല്ലോ, അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഉണക്കമീൻ പോലെയാണെന്ന് പറയും. അപ്പം അത് ഉള്ളിൽ നമുക്ക് നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് CPIM-ന്റെ അവസ്ഥ എന്നുള്ളത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. അല്ല, അവർക്കിത് പറയാനുള്ള ഒരു വോയിസും ഇല്ല. CPM-ന് ഇതിനെക്കുറിച്ച് പറയാനുള്ള ഇതാ ഉള്ളത്? മുകേഷ്, ശശി, ശ്രീരാമൻ, ഗണേഷ് കുമാർ, തോമസ് ഐസക്, ഇങ്ങനെ എത്ര പേരാണ് അവരിൽ പോകുന്നത്? എത്ര പേരാണ്? അല്ല, രാഹുൽ സസ്പെൻഡ് ചെയ്യുന്നത്, MLA സ്ഥാനം രാജിവെക്കാത്തത് ഇവിടെയുള്ള രഹസ്യങ്ങൾ പുറത്തു പറയുമെന്നും ഭയന്നിട്ടാണ്.
അപ്പം അവരുടെ നയം അതാണ്. CPIM എന്തുകൊണ്ടാണ് ആളെ ബിനീഷ് അത് പുറത്താക്കാത്തത്? പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ? പുറത്തുപോയ ആളുകൾ എന്തിനു കൊല്ലുന്നു? പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാൽ വെട്ടിക്കൊല്ലും. 51 വെട്ടുറപ്പാ. അതെന്തിനാ? ഇവരുടെ രഹസ്യങ്ങൾ പുറത്തു ബിനീഷ് പോകരുത്. പറയുന്നത് CPM-ന്റെ രാഷ്ട്രീയമാണ് ബിനീഷ് പറയുന്നത്. ആ രീതിയിലാണ് ഇപ്പൊ CPM കാരൻ എന്ന രീതിയിൽ ഇങ്ങനെയാണ് അയാൾ പുറത്തു പോയാൽ അയാൾ കുറെ രഹസ്യങ്ങൾ വിളിച്ചു പറയും, അതുകൊണ്ടായിരിക്കാം. അതൊരു CPM കാരന്റെ മൈൻഡ് ഇയാളെ മൈൻഡിലുള്ളതുകൊണ്ടാണ്. പിന്നെ കോൺഗ്രസ് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് അതിന് വിമർശിക്കേണ്ടതില്ല. ആരോപണമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ആ സ്ഥാനത്ത് തുടരണം. പക്ഷേ പാർട്ടിയിലെ അംഗത്വം തൽക്കാലത്തേക്കുള്ളൊരു താൽക്കാലിക സസ്പെൻഷനാണ്. അതിന് അങ്ങനെ നോക്കി കാണാൻ പറ്റുകയുള്ളൂ. രാഹുലിനെതിരെയുള്ളൊരു നടപടി എന്നൊന്നും നമുക്കതിനെ വിലയിരുത്താൻ പറ്റുമോ എന്നറിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പാർട്ടി ഇപ്പോഴും രാഹുലിനെ പിടിവിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് അല്ലെങ്കിൽ പറയാം, നിങ്ങൾക്ക് പാർട്ടി തന്ന എല്ലാ സ്ഥാനമാനങ്ങളും രാജിവെച്ച് നിങ്ങൾ പുറത്തു പോകണം എന്ന് പറയാം. അല്ലെങ്കിൽ ഞങ്ങൾ അത് സസ്പെൻഡ് ചെയ്യുന്നു, നിങ്ങൾ അതിൽ തുടരാൻ യോഗ്യനല്ല എന്ന് പറയും. പക്ഷെ ആ രീതിയിലൊന്നും ഇതിലില്ല. ദുർബലമായത് കൊണ്ടാണ് ഇങ്ങനെയുള്ള തീരുമാനം എടുപ്പിച്ചിരിക്കുന്നത്. ദുർബലം എന്നൊന്നും പറയാൻ പറ്റില്ല. ദുർബലമാണെങ്കിൽ രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്താൽ പോരെ? ഇപ്പോഴും പ്രൊട്ടക്ട് ചെയ്യണല്ലോ MLS. അല്ല, പ്രൊട്ടക്ഷൻ അല്ല, അതിപ്പോ ജനങ്ങളുടെ പ്രതിസന്ധിയും ജനങ്ങളെ സേവിക്കുക എന്നുള്ളൊരു ജോലിയും ആണ് രാഹുൽ തെരഞ്ഞെടുത്തത്. അപ്പം അതിന് നമുക്ക് രാഹുൽ അത് ചെയ്യരുത് എന്നൊന്നും പറയാൻ പറ്റില്ല. രാഹുൽ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ട് ഇപ്പോഴും ആരോപണമാണ്. തുടക്കം മുതൽ ഇതൊരു ആരോപണം മാത്രമാണ്. ഇതിനെ സംബന്ധിക്കുന്ന ഒരു പരാതി പോലും നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ഇത് ആരോപണമാണ്. പരാതി വന്ന് അത് രാഹുലിനെതിരെ ആണെങ്കിൽ രാഹുൽ ആ സ്ഥാനം രാജിവെക്കേണ്ടി വരും. പിന്നീട് ഇങ്ങനെയുള്ള സ്ഥാനങ്ങളൊന്നും രാഹുൽ സ്വപ്നം കാണേണ്ടതുമില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട് മീര. അതായത് ഈ രാഹുൽ ഇപ്പോൾ ഇത് രാജിവെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് ഒരു ഭയങ്കര മൈലേജ് ആകുമായിരുന്നു. ഇതിലിപ്പോ ശരിക്കും പറഞ്ഞാൽ CPM-ന് വളരെ സന്തോഷമാണുള്ളത്. CPM അത് വളച്ചൊടിക്കുകയാണ്. ആ വളച്ചൊടിക്കുന്നത് കേൾക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം. അല്ല, CPM-നെ സംബന്ധിച്ച് CPM ഇതിൽ വളരെ സന്തുഷ്ടരാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ പോകുന്ന വഴിയെ തന്നെയാണല്ലോ അവർ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ പരനാറികളെ സംരക്ഷിച്ചു, അതുപോലെ നിങ്ങളും ഒരു പരനാറിയെ സംരക്ഷിക്കും. അങ്ങനെ ഒരു വാക്കിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്ലേസ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാര്യം ആരോപണം മാത്രമായി നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹം തെളിയിക്കട്ടെ. അത് തെളിയിക്കേണ്ടത് രാഹുലിനാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം അവധിയെ പോലെയുള്ള ഒരാളുടെ ഒരു മറുപടി മാത്രമല്ലേ പറഞ്ഞുള്ളൂ. മറ്റുള്ളത് രാഹുൽ പറയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും. നമുക്ക് വേറൊന്നും കൂടെ പേടിക്കാം. എന്തെന്നറിയോ? കോൺഗ്രസ് ഭയപ്പെടുന്നത് ഇനിയും പല തെളിവുകളും പുറത്തു വരുമോ എന്നുള്ളതും അവർക്ക് പേടിച്ചു പോയി. അതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. CPIM അതാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ഇനിയും ഇതുപോലുള്ള ചീഞ്ഞളിഞ്ഞ കഥകൾ രാഹുൽ പറയും. പക്ഷെ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമല്ല. രാഹുലിനെതിരെ ഇനിയും ഈ റെക്കോർഡറായിട്ട് ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ തന്നെ നിരവധി പേർ ഇനിയും പറഞ്ഞാലോ എന്നൊരു പേടി കൂടെ ഉണ്ട്. ഇതിൽ VK ശ്രീകണ്ഠൻ പറഞ്ഞത് എനിക്ക് പറയാനുള്ളൂ. ഇക്കിളിപ്പെടുത്തിയ കഥകളും പാർട്ടി ഓഫീസ് പീഡന കഥകളും ഒന്നും പറയേണ്ടതില്ല. വൃന്ദ കാരാട്ടിനെ ഞങ്ങൾ ആരും ഒന്നും പറയാറില്ല. അതാണ് കോൺഗ്രസ്. ഇത് വീട്ടിലിരിക്കുന്നവരെ അടക്കം പറയും. അത് അവരുടെ സംസ്കാരം. അത് പറയുമ്പോൾ നമുക്കിപ്പോ ഇന്നലെ KC വേണുഗോപാലിന്റെ ഭാര്യ ആശയ്ക്കെതിരെ സൈബർ അറ്റാക്ക് വന്നു. അത് ആശയുടെ കുറിപ്പും നമ്മള് വായിച്ചതാണ്. അത് പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റ് മാറി. ആശയുടെ പോസ്റ്റ് മാറ്റി. പക്ഷെ ഉമാ തോമസിനെതിരെയൊക്കെ അതിഭീകരമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിഭീകരമായി. പക്ഷെ അതെനിക്ക് തോന്നുന്നു അതിന് പിന്നിലും ഒരു ഗൂഢാലോചന ഉണ്ടാകാം. അത് ഗൂഢാലോചനയൊന്നുമല്ല. ഇത് രാഹുലിനെ പാലക്കാട് ജയിപ്പിച്ച ആ ഒരു സൈബർ വിങ് തന്നെയാണ് ഇതിന്റെ പിറകിൽ ഇറങ്ങിയിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. അതൊക്കെ തെറ്റല്ല. ഇതൊക്കെ ചേട്ടാ നമുക്കൊരു ധാരണ മാത്രമാണ്. അല്ല, അതിങ്ങനെ പുറത്ത് വന്നല്ലോ സൈബർ അറ്റാക്കിനെ കുറിച്ച്. അല്ല, അത് നമുക്കറിയാം. അതിൽ എന്താണ്, PT തോമസ് മരിച്ചുകൊണ്ട് മാത്രമാണ് താങ്കൾ ഈ പൊസിഷനിൽ എത്തിയത്, നിങ്ങൾ താഴേക്കടയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, ഈ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. വളരെ വ്യക്തി അധിക്ഷേപം നടത്തുന്ന രീതിയിലാണ് ആ പോസ്റ്റുകൾ. അതിന്റെ പിന്നിലൊക്കെ ആരോപണം ശരിയല്ല. അത് കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയം. പക്ഷെ ഇതൊന്നും പറയാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത CPM-ന് ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശിവൻകുട്ടിക്കും കൊടിയേരിയുടെ മകൻ ബിനോയ്ക്കും ഒക്കെ പറയാൻ എന്ത് അർഹത എന്ന് ബിനീഷ് കൊടിയേരിക്കും എന്ത് അർഹത എന്ന് കേരള സമൂഹത്തിന് ചോദിക്കാനുണ്ട്. ഇവര് CPIM പറയുന്നത് കേട്ടാൽ AICC തീരുമാനമെടുക്കുമ്പോൾ CPIM-ന്റെ പ്രതിനിധിയായിട്ടുള്ള ആരോ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ. അല്ല, ഇവരുടെ കൺസേൺ കൂടെ ചോദിക്കണമെന്നായിരിക്കും. അതെ, ഇവരോടുകൊണ്ട് ചോദിച്ചിട്ട് വേണം നിങ്ങൾ രാഹുലിനെ സസ്പെൻഡ് ചെയ്യാൻ.